സാമൂഹ്യ മാധ്യമങ്ങൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായി, വളരെ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള വേദിയായിട്ട് അതിൻ്റെ ഒരു സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പരിമിതപ്പെടുത്താൻ പാകത്തിൽ ഗവൺമെൻറ് ശ്രമിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കാണുകയും ചെയ്തു. എങ്ങനെ അതിനെ പരിമിതപ്പെടുത്താം, എങ്ങനെ അതിനെ പരിധിയിൽ കൊണ്ടുവരാം എന്ന് അവർ ശ്രമിക്കുന്നതിന്. ഈ പ്ലാറ്റ്ഫോമുകളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവുന്നുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് നിയന്ത്രിച്ചുള്ള ആശയപ്രചാരണമാണോ നല്ലത്, അതോ ഈ പറയുന്ന അനുഭാവി ഗ്രൂപ്പുകൾ ചേർന്നിട്ടുള്ള രാഷ്ട്രീയ ഇതിൻ്റെ ഒരു പ്രശ്നം കേരളത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ടോ? സവിശേഷമായിട്ട് ഇടതുപക്ഷവും CPM അഭിമുഖീകരിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് ഇതിലൊരു പ്രശ്നം CPM ഇടതുപക്ഷത്തിനും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിലൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കരൺ ഥാപ്പറുമായിട്ടുള്ള ധ്രുവറാട്ടിയുടെ അഭിമുഖത്തിൽ മറ്റേ ഈ ധ്രുവറാട്ടി എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ ധ്രുവറാട്ടി ഭയങ്കര രസമുള്ളൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ധ്രുവറാട്ടി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ടൂളാണ്, ഇത് മൈക്ക് പോലെയാണ്. ഹിറ്റ്ലറുടെ ശബ്ദം മൈക്കിലൂടെ കേട്ടാലും മറ്റു ശബ്ദം ഉയർന്നിരിക്കും, ഗാന്ധിയുടെ ശബ്ദം കേട്ടാലും ഉയർന്നു. മൈക്കിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. മൈക്കിനെ സംബന്ധിച്ചുള്ള ഏത് ശബ്ദവും ഉയർത്തി കാണിക്കുക എന്നുള്ള റോള് മാത്രമേ ഉള്ളൂ. അതേപോലെ സോഷ്യൽ മീഡിയയിൽ എന്താണ് ആരാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ശബ്ദവും അല്ലെങ്കിൽ ഉയർത്തി കാണിക്കാനുള്ളൊരു സംഭവമായിട്ട് സോഷ്യൽ മീഡിയ നിലനിൽക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഒരു ഇന്ത്യയിലെ ഒരു മുഖ്യധാര പാർട്ടികളിൽ യാതൊരു തരത്തിലുള്ളൊരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയും ഇല്ലാത്തത് ഇടതുപക്ഷത്തിനാണ്. സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി വേണം. ഇപ്പം നമുക്ക് ഇപ്പോൾ രാജീവിനോ ശ്രീജിത്തിനോ മറ്റ് മാധ്യമങ്ങളോട് കലഹിക്കാം, നമുക്ക് പേഴ്സണലായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. നമ്മൾ നാളെ പോയിട്ട് മറ്റേ ഒരു പൊതുജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ CPM മറ്റേ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം മീഡിയയോട് കലഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവായിട്ടുള്ളൊരു മീഡിയ സ്ട്രാറ്റജി വേണം. ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ആശയപ്രചരണം നടത്താനായിട്ട് നിങ്ങൾക്ക് പത്രം ചാനൽ ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. അത് പൂർണ്ണമായിട്ടും സാധിക്കണം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒരു തരത്തിലൊരു വലിയ സ്ട്രാറ്റജി വേണം. ഇത് CPM ഒരു സമയത്തുമില്ല, കോൺഗ്രസ്സും ഇല്ല. പക്ഷേ കോൺഗ്രസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പൈസ കൊടുത്തിട്ട് വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ഏജൻസികളുണ്ട്. അപ്പോൾ CPM അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ട് ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജിക്കലായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ മറ്റേ ഇപ്പോൾ പല സമയത്തും സോഷ്യൽ മീഡിയയിലെ കടന്നലുകൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളുകളെ പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ പ്രകീർത്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഇതിൻ്റെ ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാണെങ്കിൽ അതൊരു സത്യവുമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ മെയിൻ സ്ട്രീം മീഡിയ വളരെ വളഞ്ഞിട്ട് മറ്റേ ലെഫ്റ്റിനെ ആക്രമിക്കുന്ന സമയത്ത് വസ്തുതകളെ പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയ ആളുകളാണ്. അവരൊരു സംഘടിത രൂപമാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ പ്രൊഫൈലുകൾ ഈ ഫാക്റ്റുകളുടെ പുറകെ പോയിട്ടുണ്ട്, അത് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോവിഡ് കാലത്ത് ഇതിൻ്റെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഏജൻസിയെ ഏൽപ്പിച്ച സംബന്ധിച്ചുണ്ടായ വലിയ വിവാദങ്ങളുടെ കാലത്ത് ഈ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ അതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് നമ്മുടെ മുമ്പ്. അതുപോലെ സ്വർണ്ണക്കടത്ത് കേസ് ഉണ്ടായ സമയത്ത് ഇതിൻ്റെ അലിഗേഷൻ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച സമയത്ത് അതിനെ പ്രതിരോധിക്കാനൊക്കെ ഇവർ രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമേ ഇതിന് ലോങ് ഹിസ്റ്ററി ഉണ്ട്. കാരണം ഈ ലാവ്ലിൻ കേസിൻ്റെ ഒരു പുകമറ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ലാവ്ലിൻ കേസിൻ്റെ വസ്തുത എന്താണ് എന്ന് യഥാർത്ഥത്തിൽ അന്വേഷിച്ചത് ഒരു സംഘം, അന്ന് ഫേസ്ബുക്ക് ഒന്നുമില്ല, ഈ ബ്ലോഗുകളിലൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘം അതായത് പല രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന, മുമ്പ് വലിയ പരസ്പര ബന്ധമുണ്ടായിരുന്നില്ലാത്ത ഒരു സംഘം മറ്റേ പറയുന്ന ഒരു ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ ഡാറ്റ അന്വേഷിച്ച് പോയത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ച് പോയത്. അതിൽ ഇഷ്ടം പോലെ ആളുകൾക്ക് നിർണായകമായിട്ടുള്ള പങ്ക്. അങ്ങനെ ഒരു ഹിസ്റ്ററി കൂടി ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റിന് ഈ ഓൾട്ടർനേറ്റീവ് മീഡിയയിലുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ഒരു തരത്തിൽ അതിനൊരു ഒരുമിച്ച് ചേർത്തിട്ട് ഒന്ന് മര്യാദയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാൻ വേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. ഇത് എത്ര കാലമായിട്ട് ഈ മറ്റേ BJP ആയിക്കോട്ടെ
അല്ലെങ്കിൽ മറ്റു പാർട്ടികളായിക്കോട്ടെ ഇത്തരം ഗ്രൂപ്പുകളെ, പലതരത്തിലുള്ള ഗ്രൂപ്പുകളെ വിലയ്ക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള കള്ളപ്പേരുകളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, ആ വഴി മറ്റു വിദ്വേഷം, ഇതിവിടെ നടക്കുന്ന കാര്യമല്ല. ഇത് CPM പുതിയതായിട്ട് ഇപ്പോൾ ഇലക്ഷൻ്റെ കഴിഞ്ഞതിന് ശേഷം പുതുതായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയൊക്കെ നേരത്തെ വേണം. അല്ലാതെ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടികളും ചെയ്യേണ്ടത് എന്താണ്? അത് നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് അതിനൊരു പരിഹാരം കാണുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ സത്യസന്ധമായിട്ട് വിലയിരുത്താൻ ശ്രമിക്കുക. അല്ലാതെ എനിക്ക് ഈ പറഞ്ഞ രീതിയിലൊരു സൈബർ ഇടത്തിലെ ആളുകളെ, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു കുറ്റം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈ തോൽവിയുടെ ഒരു ഭാരം മറ്റാരുടെയെങ്കിലും ഒരു ഷോൾഡറിലേക്ക് വയ്ക്കുക, അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു സത്യസന്ധത തോന്നുന്നില്ല.